ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ പോലുള്ള ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ മേഖലകളിൽ നാനോ ബനാന എങ്ങനെ ഹെൽപ്ഫുള്ളാകും എന്നതാണ്. സോ നമ്മൾ ആദ്യം ഗൂഗിളിൽ പോയി ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ജെമിനി എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു പേജിൽ തന്നെ എത്തുക. നമുക്കിത് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോണിൽ ജെമിനി AI അസിസ്റ്റൻ്റ് ഉണ്ടാവുമല്ലോ, സെയിം സംഭവമാണ്. ഇവിടെ ട്രൈ നാനോ ബനാന എന്നൊരു ടൂൾ കാണാം. സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. സോ ഇത് ബേസിക്കലി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇവിടെ ഇപ്പം ജനറേറ്റ് ഇമേജ് നാനാണ് വിയറിങ് കോസ്റ്റ്യൂം ഉണ്ട്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളിപ്പം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന AI പോർട്രേറ്റ്സ് ലൈക്ക് സംതിങ് നിങ്ങൾ എന്തായാലും കണ്ടു കാണും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ്. സോ നമുക്കിതെങ്ങനെ നമ്മുടേതായ രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെയുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡ്രൈവ് ആക്സസ് ഉണ്ട്, അപ്ലോഡ് ഫയൽ ഉണ്ട്, അപ്ലോഡ് ഇമേജ് ഉണ്ട്, ടേക്ക് ഫോട്ടോ ഉണ്ട്, സബ്മിറ്റ് മീഡിയ ഉണ്ട്. ഇവിടെ നമ്മൾ അപ്ലോഡ് ഇമേജ് കൊടുക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തൊരു എക്സ്റ്റീരിയർ ഡിസൈനാണിത്. സോ ഇത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ചാണ് ഇത് വർക്ക് ആകുന്നത്. സോ നമ്മുടെ പ്രോപ്പറായിട്ട് ഇവിടെ കമാൻഡ് ടൈപ്പ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഇതിനൊന്ന് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഭവം മാറ്റിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്, ആൻ ആർക്കിടെക്ട് എക്സ് ഷോയിങ് എ ഫുൾ ഡിസൈൻ ജേർണി ഓൺ ദ ഡെസ്ക് ഇൻ ദ ഫോർഗ്രൗണ്ട് ദർ ഇസ് എ ഷീറ്റ് ഓഫ് ലാർജ് പേപ്പർ വിത്ത് 2D elevation of the building with live weights, annotation and dimensions like a technical AutoCAD drawing. Next to is on miniature model of the same building is displayed in the background through a large window. A full-scale real building is visible under construction in the finishing phase with scaffolding workers and raw unfinished walls without paint. The scene highlights the transition from technical drawing to model to construction reality. Bright natural lighting, photorealistic textures, cinematic composition, ultra detail. ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് എന്തായാലും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് എങ്ങനെയാണ് വർക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ റൺ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള മോഡൽ നമുക്ക് ക്ലയൻറ്റിന് ജസ്റ്റ് പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ യൂസ്ഫുൾ ആകാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. വെയിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും. വെയിറ്റ് ലൈക്ക് ഇവിടെ നമ്മുടെ ഒരു 3D റെൻഡർ മോഡൽ ഞാനൊരു സൈഡ് വ്യൂ ആണ് എക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് വ്യൂയിലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു എക്സാക്റ്റ് സെയിം വേർഷൻ, മിനിയേച്ചർ വേർഷൻ ഇവിടെ കൊള്ളാമല്ലേ, സംഭവം ബിൽഡായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പിൽ ഇവിടെ ഒരു 2D ഡ്രോയിങ് കൂടി കാണാൻ പറ്റും. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. സോ നമുക്കിത് നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ വേണമെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ കണ്ടു കാണും. അല്ല, നമ്മുടെ ഒരു 3D പ്രിൻ്റ് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ലൈക്ക് അത് സെയിം സംഭവം. നമ്മൾ എങ്ങനെയാണ് ഇതിന് പ്രോംപ്റ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത്. സോ നമുക്കിതിന് വേറൊരു സംഭവം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്ലോഡ് ഇമേജ് പോകുന്നു. ഇതൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് കേട്ടോ. പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു 2D ഡ്രോയിങ് ആണ്. അത് നമുക്ക് ഒരു റെൻഡർ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അതിന് ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ടേൺ ദി സ്കെച്ച് ഇൻ ടു റിയലിസ്റ്റിക് ഇമേജ് ഇൻ ആർക്കിടെക്ചറൽ റെൻഡറിങ് സ്റ്റൈൽ, ആഡ് വുഡ്, ഗ്ലാസ്, ഗ്ലേസിംഗ് ആൻഡ് ലാൻഡ്സ്കേപ്പ്, ആഡ് ട്രീസ് അറൗണ്ട് ബിൽഡിംഗ് ആൻഡ് റിട്ടേൺ ദ ആർക്കിടെക്ചർ ഡീറ്റെയിൽസ് ഓഫ് ദ സ്കെച്ച്. അതായത് നമ്മളൊരു ലൈക്ക് ഒരു ഹാൻഡ് സ്കെച്ച് ആയാൽ പോലും ഇത് പ്രോപ്പറായിട്ട് വരക്കാം. സോ ഞാനിവിടെ ജസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയൊരു പിക്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഞാൻ റെൻഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. 2D ഡ്രോയിങ് പോലെയാണ്, ഹാൻഡ് ഡ്രോയിങ് പോലെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. ഇത് ആക്ച്വലി ഞാൻ D5 റെൻഡർ ചെയ്തൊരു ഔട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെ കിട്ടും നോക്കാം. സോ ചേഞ്ച് നൈറ്റ് വ്യൂ.
സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റാണ് കൊടുത്തത്. ചേഞ്ച് ടു നൈറ്റ് വ്യൂ എന്നാണ് കൊടുത്തത്. സോ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഞാനിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് നൈറ്റ് വ്യൂ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാം, എനിക്കിഷ്ടമായി. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. മീൻസ് ഞാനിപ്പോൾ 2K റെൻഡറാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അത്രയും ക്ലിയർ ഉണ്ടായില്ല. പിന്നെ ഇവിടെ ലോഗോ വരുന്നുണ്ട്. ഇത് മേ ബി പ്രോ പാക്ക് മീൻസ് പ്രോ അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇത് കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇത് നമുക്ക് AI ടൂൾ വെച്ചൊന്ന് എൻഹാൻസ് ചെയ്താൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാം, സിമ്പിൾ 1 ക്ലിക്കിൽ ഒരു നൈറ്റ് വ്യൂ കിട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും നന്നായിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ചെയ്ത സാധനം. സോ അത് നമുക്ക് ഒറ്റയടിക്ക് നൈറ്റ് വ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെയിം ഫോട്ടോ തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ദെൻ ആഡ് പീപ്പിൾസ്, ചുമ്മാ ജസ്റ്റ് റാൻഡായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആഡ് പീപ്പിൾസ്. നമുക്ക് നോക്കിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ബാൽക്കണിയിൽ 2 ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് AI എങ്ങനെ അത് പ്രോപ്പറായി വർക്കൗട്ട് ചെയ്തെടുക്കും നോക്കാം. ഓ മീൻസ് ലൈക്ക് ഇത് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തതിൻ്റെ പ്രശ്നമാട്ടോ. ഒരു പൂ ചോദിച്ചിട്ട് പൂക്കാലം തന്നെന്ന് പറഞ്ഞ പോലെ പോയി. എത്രയാടോ. പക്ഷെ കൊള്ളാട്ടോ. എന്നാലും ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ ആ ചെയറിൽ ആൾക്കാർ ഇരുത്തിച്ചിട്ടുണ്ട്. അത് കൊള്ളാം, കറക്റ്റ് ആക്യുറേറ്റ് വന്നിട്ടുണ്ട്. ദെൻ കൊച്ചു കൊള്ളാം. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ആഡ് ചെയ്തത്? പക്ഷെ മീൻസ് നമുക്ക് ലൈക്ക് കൊള്ളാം. നമുക്ക് വേറൊരു പിക്ചർ കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ഇമേജ്. ദെൻ അതിൽ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ആഡ് പേഴ്സൺ മാത്രമാട്ടോ കൊടുത്തത്. ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. കൊള്ളാം. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾക്കാർ റിയലായിട്ട് ബിഹേവ് ചെയ്യുക അതിനനുസരിച്ച് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു യൂസ് കേസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പിക്ചർ ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ഇമേജ് തന്നെ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ലൈക്ക് ഇപ്പോൾ ഫൈനലായിട്ട് ചെയ്ത ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്ന് അപ്ലോഡ് ആയിക്കോട്ടെ. ചേഞ്ച് ബെഡ്ഷീറ്റ് കളർ ടു ഗ്രീൻ. ചുമ്മാ കമൻറ്റ് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ചേഞ്ച് ബെഡ്ഷീറ്റ് കളർ ചേഞ്ച് ടു ഗ്രീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ആയിട്ട് വരുന്നത്. മീൻസ് നമുക്ക് പ്രോപ്പറായിട്ട് പലപ്പോഴും വരുന്നൊരു കേസാണ് നമ്മൾ ഔട്ട് കൊടുത്ത ശേഷം ക്ലയൻറ്റുകൾ പറയാം അതിൻ്റെ കളറൊന്ന് മാറ്റുമോ, ഇതിൻ്റെ കളറൊന്ന് മാറ്റുമോ. മീൻസ് ആസ് എ ഡിസൈനർ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ലൈക്ക് എത്ര പണിയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ. പിന്നെ കളർ സെറ്റാകണം, ദെൻ റെൻഡർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ AI യൂസ് ചെയ്തത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇതിൻ്റെ ഔട്ടൊന്ന് കിട്ടിക്കോട്ടെ. സംഭവം കൊള്ളാം, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇതിൻ്റെ യൂസ് കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പ്രോപ്പറായിട്ട് കമാൻഡ് കൊടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കിതിൽ കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു പേഴ്സൺ ആഡ് ചെയ്യുന്ന കേട്ടോ. അത് ശരിക്കും അത് ഭയങ്കര വർത്തായിട്ടുണ്ട്. അതിൻ്റെ വേറൊരു യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലൈക്ക് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ
സോറി, അതിൽ ലോഗോ വരുന്നുണ്ട്, നമുക്കതൊന്ന് ഒഴിവാക്കാം. അപ്ലോഡ് ഇമേജ്, കോപ്പി, ദെൻ നമുക്ക് വേറൊരു പിക്ചർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെ ഡെസ്ക്ടോപ്പ്, എവിടെ? സി, ഇത് ആക്ച്വലി പിൻട്രസ്റ്റിന് കിട്ടിയൊരു പിക്കാണ്. അപ്പോൾ ഞാൻ കമാൻഡ് കൊടുക്കുന്നത് ആഡ് ദ പേഴ്സൺ ഫ്രം ദ സെക്കൻഡ് ഇമേജ് ഇൻ ടു ദ ഫസ്റ്റ് ഇമേജ് ആൻഡ് മേക്ക് ഇറ്റ് സീംലെസ്, പ്ലേസ് ദ പേഴ്സൺ എന്നാണ് കമാൻഡ് കൊടുത്തിരിക്കുന്നത്. സോ റണ്ണ് കൊടുത്തിട്ടുണ്ട്. സി, ഇത് ആക്ച്വലി പിൻട്രസ്റ്റിന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഇമേജ്. ദെൻ ഇതാണ് നമ്മുടെ 3D ഇമേജ് വരുന്നത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുക എന്നുള്ളത്. മിക്കവാറും ഈ ചെയറിൽ ഇരുത്തിച്ചിട്ട് തരാനാണ് ചാൻസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ എന്താ പറയുക, സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷേ ഇത്ര പെർഫെക്റ്റ് അല്ല. ഞാൻ കൊടുത്ത ഇമേജിൽ നിന്നും ലൈക്ക് നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. സംഭവം പേഴ്സൺ കൊണ്ടുവരുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ ഞാൻ കൊടുത്ത ഇമേജിലേക്കല്ല വന്നിട്ടുള്ളത്. ക്രോപ്പ് ആയിട്ടുണ്ട്, അതിൻ്റെ പിക്ചറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ തന്നെ മാറിയിട്ടുണ്ട്. സോ മേ ബി ഞാൻ കൊടുത്ത കമാൻഡിൻ്റെ പ്രശ്നമായിരിക്കാം, ഞാൻ ആൾക്കാരങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം യാ, അത് എൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് കരുതാനാണ് എനിക്കിഷ്ടം. നമ്മൾ AI ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. മേ ബി എൻ്റെ കമാൻഡിൻ്റെ പ്രശ്നമായിരിക്കും. സോ അതിന് ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെയിം ബ്രൈഡൽ ബെഡ്റൂമിൽ തന്നെ വരികയാണ്. ന്യൂ ഫോൾഡർ 3ലേക്ക് വന്നു. ഇത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചേഞ്ച് ക്യാമറ ആംഗിൾ എന്നൊന്ന് കൊടുത്തു. ദെൻ പ്രോംപ്റ്റ് റൺ ചെയ്തിട്ടുണ്ട്. സി, ഈ ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അത് എങ്ങോട്ടോ അടുത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് കവർ ചെയ്യുമോ നമുക്ക് നോക്കാതെ, മീൻസ് നമ്മൾ എങ്ങനെ കമാൻഡ് കൊടുക്കുന്നു ഇതങ്ങനെ വരും. സോ ഞാനിവിടെ ജസ്റ്റ് ഇതിനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചേഞ്ച് ക്യാമറ ആംഗിൾ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ഇതെങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് അറിയാമല്ലോ, മീൻസ് അറിയണമല്ലോ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് സംഭവം കൊള്ളാട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി സംഭവം. ചേഞ്ച് ക്യാമറ ആംഗിൾ വന്നു, ഓക്കെ. കൊള്ളാം. മീൻസ് ബെഡ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു റിയൽ സൈസിൽ ഇവിടെ ഒരു ഡോറാണ്, അത് എനിക്കറിയില്ല, അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മീൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. അതിന് ഫുള്ളായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൈക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി സഹജമായിട്ട് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിത് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ച് തരിക എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലിറ്റിൽ ബിറ്റ് ക്യാമറ മൂവ്മെൻറ്റ്, ദെൻ ചേഞ്ച് കളർ, ദെൻ ആഡ് പേഴ്സൺസ്. വേറൊരു പിക്ചറിൽ നിന്ന് ലൈക്ക് നമ്മുടെ പിക്ചറിലേക്ക് ആൾക്കാരെ ആഡ് ചെയ്യൽ, ദെൻ കളറ് ചേഞ്ച് ചെയ്യൽ, പിന്നെ റാൻഡായിട്ട് പിക്ചറിൽ ഹ്യൂമൻ ക്യാരക്ടറിനെ ആഡ് ചെയ്യാൽ, പിന്നെ നൈറ്റ് മോഡ്. ഇത് ആക്ച്വലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ലൈക്ക് നമ്മളെ മോർണിംഗ് റെൻഡറിനെ നൈറ്റ് റെൻഡറാക്കി മാറ്റുന്നത്, അത് ശരിക്കും കൊള്ളാം. അതെനിക്ക് പിന്നെ അതുപോലെ ഇതും മേ ബി ഇത് ആ ഒരു പ്രോംപ്റ്റ് അത്രയും കറക്റ്റായിട്ട് കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് എന്തായാലും ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. മീൻസ് ഞാൻ വേറെ 1-2 പ്രോംപ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാനാണ്, ഫ്ലോർ പ്ലാനാണ് വേണ്ടത്. സോ നമുക്ക്
ലൈക്ക് ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഡെസ്ക്ടോപ്പ് തന്നെ വരികയാണ്. ഫോട്ടോ കൊടുത്തു, സേവ് കൊടുത്തു. ദെൻ നമ്മൾ ബാക്ക് ടു AI സ്റ്റുഡിയോ. ദെൻ അപ്ലോഡ് ഇമേജ്, ഡെസ്ക്ടോപ്പ്, ഫോൾഡർ. നമ്മളിതിനെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ആൻ ഐസോമെട്രിക് 3D മോഡൽ ഓഫ് ദ ഫ്ലോർ പ്ലാൻ, റിട്ടേൺ ഓൾ ദ എക്സാക്ട് ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലാൻ വിത്ത് വാൾസ്, ഫർണിച്ചർ, സോഫ, ഡെസ്ക് സ്പേസ്. ഇങ്ങനെയാണ് ഞാനിപ്പം ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് എന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ ഔട്ട് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തോട്ടെ. വരാന്ത, ബെഡ്, ടോയ്ലറ്റ്, കിച്ചൺ, വർക്ക് ഏരിയ. ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മുടെ പ്ലാനിനെ ബെഡ് പൊസിഷൻ ചേഞ്ച് ആയിട്ടുള്ള സോഫ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ പേജ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ എടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും AI സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ട്രൈ നാനോ ബനാനോ കൊടുത്തു. അതിൽ ചെയ്യാൻ പോകുന്നത് അപ്ലോഡ് ഇമേജ് കൊടുത്തു. ദെൻ ഇത് കൊടുത്തു. പ്രോംപ്റ്റ് കൊടുക്കുന്നത് ടേൺ ദിസ് ഇൻ ടു ആൻ ആർക്കിടെക്ചറൽ എലവേഷൻ ഡ്രോയിങ്, ഫ്രണ്ട് വ്യൂ വിത്ത് പ്രോപ്പർ ലൈവ് വെയ്റ്റ്സ്, ആഡ് എ ഗ്രൗണ്ട് ലൈൻ ആൻഡ് ക്രിയേറ്റ് എ ഡ്രോയിങ് ഓൺലി ഫോർ ദ മെയിൻ സ്ട്രക്ചർ വിത്തൗട്ട് പെർസ്പെക്റ്റീവ്. കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട് കിട്ടേണ്ടതാണ്. സോ ഇതൊരു 2D ഡ്രോയിങ് ആണ്. നമുക്ക് ഫ്രണ്ട് എലവേഷൻ AIയുടെ ഹെൽപ്പ് ചെയ്ത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇതെവിടെയാണ് യൂസ് ആവുക എന്ന് ചോദിച്ചാൽ എവിടെയാണ് യൂസ് ആവുക? നമുക്ക് ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ യൂസ്ഫുൾ ആയിരിക്കും, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ ആഡ് ഡയമെൻഷൻ കൂടി സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റാണോ എന്തോ. ആഡ് ഡയമെൻഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം. സർപ്രൈസിംഗ്ലി അളവുകൾ വന്നിട്ടുണ്ട്. 280, 370, 730, 230. ടോട്ടൽ ഹൈറ്റ് 3600 കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇവിടം വരെയുള്ള ഹൈറ്റ് 7300. ഇതെങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ സംഭവം കൊള്ളാം. മീൻസ് എവിടെ യൂസ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ ചിലപ്പം ഇങ്ങനെ ഒരു ഡ്രോയിങ് വരയ്ക്കേണ്ടി വന്നാൽ എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI റെഫറൻസ് ഇമേജ് കിട്ടും. ഇത് അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ഐഡിയാസ്, മീൻസ് ആക്യുറേറ്റ് അളവിലെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ നോക്കുമ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെ 2750 പക്ഷേ ഇവിടം തൊട്ട് ഇവിടെ വരെ 12000 ഉണ്ട്. അതെങ്ങനെ വന്നു എന്ന് തമ്പുരാനറിയാം. സോ ജസ്റ്റ് റെഫറൻസ് ഇമേജിന് നമുക്കിത് യൂസ് ചെയ്യാം, ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മേ ബി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിൻ്റെയൊക്കെ കൊടുത്താൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം ഇത്രയാണ് ഞാനിന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും പറഞ്ഞുകൂടാ, ജസ്റ്റ് ഒരു ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് എന്തൊക്കെയോ ഒന്ന് പരീക്ഷിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ അങ്ങനെ കണ്ടാൽ മതി. സോ